students, welcome back to Bosco Campus Vision. In the previous session, we were dealing with the valuation of bonds. So with this session, we are moving on to the valuation of next type of securities, that is the valuation of shares or share valuation. So what do you mean by shares? ഷെയർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് ദാറ്റ് പാർട്ട് ഓർ യൂണിറ്റ് ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. സോ കമ്പനിയുടെ ഓണർഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡെഫിനിറ്റ് ടേംസിൽ പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഡിവിസിബിൾ യൂണിറ്റ്സ് ഓഫ് ഫിക്സഡ് എമൗണ്ട്. ദീസ് യൂണിറ്റ്സ് ആർ നോൺ ആസ് ഷെയർസ്. സോ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വഴിയാണ് ആ കമ്പനി അവരുടെ ലോങ് ടേം ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എങ്കിൽ 1000 രൂപയുടെ 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലൂടെയാണ് ഷെയർസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നീട് ഈ ഷെയർസ് ഫ്യൂച്ചറിൽ ഡീല് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നത്. സോ സെക്കൻഡറി മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോഴുള്ള ഈ ഷെയർസിൻ്റെ ഓരോ അനാലിസിസും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും ഒക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിച്ചു വരുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഷെയർ വാല്യുവേഷൻ എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഷെയർ വാല്യുവേഷൻ നടക്കുന്നത്? ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷെയർ വാങ്ങണോ വിൽക്കണോ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ വാല്യുവേഷൻ നടത്തുന്നത്. സോ നമുക്കറിയാം ഷെയർസ് എന്ന് പറയുന്നത് മെയിൻലി 2 ടൈപ്സ് ആണ്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. Equity shares are those shares which are also known as ordinary shares, and it is the vital source raising long-term capital. Holders of equity shares are the residual owners of the company and they have voting rights. So equity ഷെയർസിനെയാണ് നമ്മൾ ഓർഡിനറി ഷെയർസ് എന്നും പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു വൈറ്റൽ സോഴ്സ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത് കമ്പനിയുടെ റെസിഡ്യുവൽ ഓണേഴ്സും ആണ്. അവർക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട്. സോ ഇതാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് പ്രിഫറൻസ് ഷെയർസ്. സോ പ്രിഫറൻസ് ഷെയർസ് ആർ ഷെയർസ് വിച്ച് പ്രോമിസ് ദ ഹോൾഡർ എ ഫിക്സഡ് ഡിവിഡൻഡ് വിച്ച് ടേക്സ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർസ്. ദ ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഷെയർസ് ഡു നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്സ്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. കമ്പനിയുടെ ഏർണിങ്സിൽ നിന്നും ഒരു ഫിക്സഡ് ഡിവിഡൻഡാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്കറിയാം കമ്പനിയുടെ ഏർണിങ്സിൻ്റെ ബേസിസിലാണ് അവരുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അത് ഫിക്സഡ് അല്ല. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ മുകളിൽ 2 പ്രയോറിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ദേ ഹാവ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ദ ഇക്വിറ്റി ഷെയർസ്. സോ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം ആദ്യമേ പ്രിൻസിപ്പൽ റീപേ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ ഇതാണ് പ്രിഫറൻസ് ഷെയർസിന് ഇക്വിറ്റി ഷെയർസിൻ്റെ മേലിലുള്ള 2 പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളിത് +2 ലെവൽ മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. സോ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ പ്രിഫറൻസ് ഷെയർസിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോലെ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഇത്രയൊക്കെ പ്രിഫറൻസ് അവർക്ക് ലഭിക്കുന്നെങ്കിലും ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. സോ ഞാൻ ഈ 2 ടൈപ്പ് ഓഫിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ടൈപ്പ് ഓഫ് ഷെയർസിൻ്റെ വാല്യുവേഷനാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡീല് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ദ വാല്യുവേഷൻ ഓഫ് preference shares. So before moving on to the valuation of shares, we need to know the different rates and values regarding a share. So the first one is face value. Face value is the nominal value mentioned in the share certificate. So ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ഇതിന് വെക്കുക. അതായത് ഇന്ന പ്രൈസിനാവണം ഈ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഷെയർ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നോമിനൽ വാല്യൂവിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഇഷ്യൂ വാല്യൂ. സോ കമ്പനി ഒരു ഫേസ് വാല്യൂ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള പബ്ലിക്കിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് തീരുമാനിക്കുക. ദ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഐദർ അറ്റ് എ ഡിസ്കൗണ്ട്, പ്രീമിയം ഓർ പാർ. സോ കമ്പനിയുടെ ഷെയർസിന് നല്ല ഡിമാൻഡ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയർ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ 10 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ പ്രീമിയമാണ്.
ഇനി പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത ഫേസ് വാല്യൂ നിന്നും കുറച്ചൊരു ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസ്കൗണ്ടിലും പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുന്നില്ല, അതിൻ്റെ ഫിക്സ് ചെയ്ത ഫേസ് വാല്യൂവിൽ തന്നെയാണ് ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓർ ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓർ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഷെയർ ഇസ് ട്രേഡഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. സോ കറൻ്റ്ലി ഈ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. And next is the intrinsic value or the real value. So intrinsic value is the present value of all cash flows or the future benefits. സോ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന എല്ലാ ക്യാഷ് ഫ്ലോസും ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെയും പ്രസൻറ്റ് വാല്യൂ, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് മെയിനായിട്ട് കിട്ടുന്ന രണ്ട് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻഡ് പേയ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഓഫ് ഷെയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹോൾഡിംഗ് പീരിയഡ്. സോ ആനുവലായിട്ട് കിട്ടുന്ന ഡിവിഡൻ്റാണ് ഒരു ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറയുന്നത് ആ ഷെയർ മറ്റൊരാൾക്ക് സെല്ല് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രിൻസിപ്പൽ പേയ്മെൻ്റ് ആണ് മറ്റൊരു ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പ്രസൻറ്റിലല്ല കിട്ടുന്നത്, നമുക്ക് ഫ്യൂച്ചറിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഈ ക്യാഷ് ഫ്ലോസിൻ്റെയും ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെയും എല്ലാം പ്രസൻറ്റ് വാല്യൂ ആണ്. സോ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെയാണ് ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ് വരുന്നത്. സോ ഇത് നമ്മൾ ബോണ്ടിൻ്റെ ഇൻട്രൊഡക്ടറി സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രസൻ്റ്ലി ഒരു എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഷെയറിൻ്റെ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വാല്യുവേഷനിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിങ് പ്രോസസ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫ്യൂച്ചറിൽ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം ഫ്യൂച്ചറിൽ ഡിവിഡൻ്റ് ആയിട്ടും സെയിൽ പ്രൊസീഡ്സ് ആയിട്ട് നമുക്കൊരു 1000 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 950 റുപ്പീസ് ആയിരിക്കും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ ബോണ്ടിൻ്റെ വാല്യുവേഷനിൽ യൂസ് ചെയ്ത പോലെ തന്നെ we will be mainly dealing with the discounting process in this valuation of shares. So in this session we discussed about shares and the type of shares, and we had an introduction to the valuation of shares. Hope all are clear with the topic. Thank you.